أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا محمد. ശ്രോതാക്കളെ, റബീഉ വസന്തം നമ്മളിലേക്ക് ആഗതമായി. ഇനി ഓരോ മുഅ്മിനിൻ്റെയും ഹൃദയത്തിൽ സന്തോഷങ്ങളാണ്. മുഅ്മിനീങ്ങൾക്ക് സന്തോഷിക്കാനുള്ളൊരു വഴി അത് 2, 3, 4 ഉണ്ട്. 4 എണ്ണിയാൽ ഒടുങ്ങാത്തതുണ്ട്. ഏതായാലും പ്രത്യക്ഷമായി തന്നെ 3-4 കാര്യമുണ്ട് മുഅ്മിനീങ്ങൾക്ക് മാത്രം സന്തോഷിക്കാൻ. അതാണ് 1 റബീഉ മാസം, 2 റബീഉൽ അവ്വൽ 12, 3 റബീഉൽ അവ്വലിൻ്റെ സുബഹിയോടടുത്ത സമയം, 12ൻ്റെ സുബഹിയോടടുത്ത സമയം. പോരാ, മദീന മുനവ്വറ എന്നൊരു മണ്ണ്, മദീന മുനവ്വറ എന്നൊരു മണ്ണുണ്ട്. ആ മണ്ണിൻ്റെ അകത്തളത്തിലായി റൗള ഷരീഫ് എന്ന സ്ഥലമുണ്ട്. ഇത് മുഅ്മിനീങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷിക്കാനുള്ള വഴിയാണ്. ബിദഈകൾക്കോ മുനാഫിക്കുകൾക്കോ മറ്റ് ആശയക്കാർക്കോ വേദനയുടെ വെറുപ്പിൻ്റെ സമയവുമാണ്, സന്ദർഭമാണ്, സ്ഥലമാണ്. ഇതാണ് മുനാഫിക്കുകളുടെ അനന്തരാവകാശികളായ ബിദഈകൾ പറയാറുള്ളത്. മദീന മുനവ്വറയിലേക്ക് പോകുക, അത് സ്വർഗ്ഗാണ്, ബിംബാരാധനയേക്കാൾ കടുത്ത സ്വർഗ്ഗാണ് എന്ന് അവർ സാധാരണ പറയാറുള്ള ഒന്നാണ് മദീന മുനവ്വറയെപ്പറ്റി, അതിനെ ബഹുമാനിക്കുക എന്നതിനെപ്പറ്റി അവർ പറയുന്ന ഒന്നാണ്. നേരത്തെ അമേരിക്കയിൽ നിന്നൊരു ചിന്തകൻ വന്ന് ഇസ്ലാം മതം സ്വീകരിച്ച് മദീനയിൽ വന്നപ്പോൾ അദ്ദേഹം കണ്ടൊരു യാഥാർത്ഥ്യമുണ്ട്. അത് അദ്ദേഹം പറഞ്ഞപ്പോൾ ലോകത്തെവിടെയും ഞാൻ കണ്ടിട്ടില്ലാത്തൊരു സമാധാനം എന്ന ഒന്നുണ്ട്, അത് ഈ മദീനയിൽ നിന്ന് എനിക്ക് കിട്ടിയെന്ന് പറഞ്ഞപ്പോൾ, അത് പത്രത്തിൽ വന്നപ്പോൾ വിധൈകളെല്ലാം ഉറഞ്ഞു തുള്ളി. സമാധാനം അവിടുന്ന് കിട്ടിയെന്ന് പറഞ്ഞപ്പോൾ ബിംബാരാധനയേക്കാൾ കടുത്ത സ്വർഗ്ഗാണെന്ന് പറഞ്ഞവർ പ്രചരിപ്പിച്ചെങ്കിലും അപ്പോൾ മദീന മുനവ്വറ എന്ന മണ്ണ് ഇൻഷാ അല്ലാഹ് നമുക്ക് പറയാം. നേരത്തെ ഏതൊരു എപ്പിസോഡിൽ ഞാൻ കുറച്ച് പറഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തത് ആദരവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രസവിച്ച സമയം, ആ ദിവസം, ആ മാസം, ആ വർഷം, ഇതും കൂടെ നമ്മൾ വ്യക്തമായി മനസ്സിലാക്കണം. ഇതെല്ലാം തന്നെ മുഅ്മിനീങ്ങൾക്ക് മാത്രമുള്ള ഒന്നാണ്. ഇത് അല്ലാഹു തആല നേരെ മുഅ്മിനീങ്ങൾക്ക് മാത്രം വഖഫ് ചെയ്തൊരു വിഷയമായതുകൊണ്ട് മറ്റുള്ള ആളുകളുടെ ഹൃദയത്തിലേക്ക് വെറുപ്പിൻ്റേതും ഇട്ടുകൊടുത്തു. ഇതാണ് നമ്മളും ബിദഈകളും തമ്മിലുള്ള വ്യത്യാസം. ഇൻഷാ അല്ലാഹ് ഞാൻ ആ വിഷയമായിട്ട് പറയുമ്പോൾ ദിവസങ്ങൾ അതിന് പ്രസംഗിക്കണം, ചില്ലറ വാക്കുകളെ കൊണ്ട് തീർക്കാൻ കഴിയില്ല. റബീഉ വസന്തം വരുന്നതിൻ്റെ 15 ഒരു മാസം മുമ്പ് തുടങ്ങിക്കഴിഞ്ഞ് ബിദഈകൾ സുർക്ക്. എന്നാൽ അതിൻ്റെ യാഥാർത്ഥ്യം എന്താ? അത് മുഅ്മിനീങ്ങൾക്ക് മാത്രം വഖഫ് ചെയ്തതായതുകൊണ്ട് അവരുടെ ഹൃദയത്തിൽ അതിൻ്റെ സ്ഥാനങ്ങളും മാനങ്ങളും സന്തോഷങ്ങളും നിലനിൽക്കും. ഈ പ്രപഞ്ചത്തിലേക്ക് റബ്ബിൻ്റെ ട്രാൻസ്ഫോമറാണ് ആദരവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അപ്പോൾ ബാക്കിയുള്ള അമ്പിയാക്കളൊന്നാ, അവരൊക്കെ മേലെ ട്രാൻസ്ഫോമർ ഇപ്പുറത്താണ്. ആദരവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുൻഗാമികൾക്കും പിൻഗാമികൾക്കും നേതാവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അത് ട്രാൻസ്ഫോമറാണ്. എല്ലാവർക്കും എല്ലാം നൽകുന്നത് ആദരവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലൂടെ മാത്രമാണ്. അതാണ് ആദരവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ഈ പ്രപഞ്ചത്തിലെ റഹ്മത്തിൻ്റെ ചാവി എൻ്റെ കയ്യിലാണ്.
ആ ഖജനാവിൻ്റെ ചാവിൻ്റെ കയ്യിലാണ്, വിതരണം അവിടെ നിന്നാണ് പോകുന്നത്. അത്രയും അത്യുന്നത പദവിയിലേക്ക് അല്ലാഹു തആല നിശ്ചയിച്ച ആ മഹാനരുടെ പ്രസവത്തിൻ്റെ സമയം, ഭുജാതരായതിൻ്റെ സമയം, ഇത് മോമിന് സന്തോഷിക്കും. കാരണം അല്ലാഹു തആല തന്ന റഹ്മത്തിനെ തൊട്ട് നിങ്ങൾ സന്തോഷിക്കണമെന്ന് റബ്ബിൻ്റെ കൽപ്പനയാണ്, റബ്ബിൻ്റെ ഉപദേശമാണ്. ആ ഉപദേശം സ്വീകരിക്കൽ മോമിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നിർബന്ധമാണ്. റഹ്മത്തിൽ നിന്ന് തുല്യതയില്ലാത്ത, മറ്റൊന്നില്ലാത്ത ആദരവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാത്രം. അതാണ് റഹ്മത്ത്. അത് തന്ന സമയത്തെയും നമ്മൾ ബഹുമാനിക്കുന്നു, ദിവസത്തെയും വർഷത്തെയും അതുപോലെ തന്നെ മണിക്കൂറിനെയും മാസത്തെയും നമ്മൾ ബഹുമാനിക്കുന്നു. നമ്മൾ റബ്ബിൻ്റെ റഹ്മത്തിനെ തൊട്ട് അങ്ങേയറ്റം സന്തോഷത്തിലാണ്. ഇന്ന് മുതൽക്ക് ഇനിയൊരു മാസക്കാലം നമുക്ക് സന്തോഷത്തിൻ്റെ സമയമാണ്. റബ്ബിൻ്റെ റഹ്മത്ത് നമ്മൾക്ക് പ്രത്യേകമായി ഉമ്മത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തിനുള്ള പ്രത്യേകമായത് എന്താണ്? നമ്മുടെ കാലഘട്ടത്തിലേക്ക് കണക്കാക്കി നബി തങ്ങളെ അല്ലാഹു തആല നിശ്ചയിച്ചു ഭൂമിയിലേക്ക് വരാൻ. ഭൂമിയിലേക്ക് ആ ശരീരത്തെ ഇങ്ങോട്ട് അയക്കാൻ അല്ലാഹു തആല നിശ്ചയിച്ചത് നമ്മുടെ കാലഘട്ടത്തിലായി. ഇതിന് റബ്ബിന് ശുക്ർ ചെയ്താൽ മതിയാവൂല. അവിടുത്തെ ഉമ്മത്ത് നരകത്തിൽ ഇല്ല. മുത്തനബി തങ്ങളുടെ ഉമ്മത്തിന് നരകത്തിൽ ഒരു സ്ഥലമുണ്ട്, അത് ഏറ്റവും മുകളിലാണ്. അത് കാലിയാകുമെന്നും പറയുന്നു. കാരണം കടുത്ത ധിക്കാരം ചെയ്തു പോയി, കടുത്ത തെറ്റ് ചെയ്തു പോയി, കടുത്ത ഹറാമ് ചെയ്തു പോയി. അവർക്ക് ആ ശിക്ഷയുടെ വാസന കൊടുക്കാതിരിക്കുമല്ലോ. അപ്പം അതിൻ്റെ മുകളിൽ തൽക്കാലത്തേക്ക് ഒന്നാൾ നിർത്തും. ആദരവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്ന് നേരെ നമ്മളെല്ലാവരെയും കൂട്ടിക്കൊണ്ടു പോവുകയും ചെയ്യും. ഈ ഒരു സന്തോഷം ചെറുതാണോ? എന്നാൽ ഔദുൽ കൗസർ എന്നൊരു വെള്ളമുണ്ട്. ഒരംശമെങ്ങാനും വയറ്റിലെത്തിയാൽ പിന്നെ നരകം ആ മനുഷ്യൻ കാണുന്നില്ല. ഇതിൻ്റെ ഉത്തരവാദിത്വം ആദരവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കയ്യിലാണ്. ഇന്നാ അഅ്തൈനാക്കൽ കൗസർ പറയുമ്പോൾ ഞാൻ പല ഭാഗത്തേക്കായി സൂചിപ്പിച്ചു പോകുന്നു. അതാണ് ഏറ്റവും വിഷമിപ്പിക്കുന്ന ഒരു വിഷയം, വിശദീകരിക്കാൻ കഴിയുന്നില്ല. ഇന്നാ അഅ്തൈനാക്കൽ കൗസർ എന്നതിന് പല ആളുകളും അഭിപ്രായം പറഞ്ഞ് അധികരിച്ചു നൽകിയെന്നാണ്. അധികരിച്ചു നൽകിയെന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. അത് ഔദുൽ കൗസറാണ് മെയിൻ. അതിൻ്റെ അകത്ത് അതിൽ മെയിൻ ഔദുൽ കൗസറാണ്. ബാക്കിയുള്ളതിലൊക്കെ ഈ ഔദുൽ കൗസർ പെട്ടൂടെ? അത് പെട്ടിട്ടുണ്ട് എന്നതിന് പൂർണ്ണമായ തെളിവ് നമുക്ക് ഖുർആനിലൂടെ തന്നെ കാണാൻ കഴിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിശദീകരണത്തിൽ കാണാൻ കഴിയും. പല സമയത്തായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞൊരു വാചകമുണ്ട്, നിങ്ങൾ ക്ഷമിക്കണേ, നമുക്ക് ഔദുൽ കൗസറിൻ്റെ വക്കിൽ വെച്ച് കാണാം. ഔദുൽ കൗസറിൻ്റെ അടുത്ത് വെച്ച് കാണാം. ഈ ഹദീസ് ഒന്നും ഇങ്ങോട്ട് എടുത്താൽ തിരിയും, അതിൻ്റെ ഉത്തരവാദിത്തം അങ്ങോട്ടാണ്. എന്നാൽ അത് അല്ലാഹു തആലയുടെ അധികാരത്തിൽ നിന്ന് അല്ലാഹു തആല ആദരവായ ഹബീബിന് അങ്ങ് കൊടുത്തു കഴിഞ്ഞു. ഹബീബിന് അധികാരം കൊടുത്തു കഴിഞ്ഞിട്ടില്ലെങ്കിൽ അങ്ങനെ വിശ്വസിച്ച് പറയോ കാരണം കൊടുക്കരുതെന്ന് അള്ളാഹിൻ്റെ കൽപ്പന വന്നാൽ ഞാൻ അടച്ച് കാണാമെന്ന് പറയാൻ ധൈര്യപ്പെട്ട് പറയാൻ പറ്റുമോ ഒരാൾക്ക്? അപ്പം അതുകൊണ്ട് തന്നെ ഹൗദുൽ കൗസറിൻ്റെ അധികാരം എവിടേക്ക് നൽകിക്കഴിഞ്ഞു? ആദരവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നൽകിക്കഴിഞ്ഞു. കാരണം എന്തേ? മഅ്ശറയിൽ എല്ലാ വിഭാഗം ജനതയുമുണ്ട്. അതിൻ്റെ ഇടയിൽ നിന്നാണ് അവിടുന്ന് മോമിനീങ്ങളായ ആളുകൾക്ക് ഇസ്ലാമിന് വേണ്ടി പ്രവർത്തിച്ച പ്രവർത്തകരായ ആരിഫീങ്ങളായ ഔലിയാക്കൾ, അതുപോലെ തന്നെ ഉന്നതന്മാരായ ആലിമീങ്ങൾ, മുതഅല്ലിമീങ്ങൾ, അവർക്ക് നേരെ മുക്കി അങ്ങ് കൊടുക്കും, സൽക്കരിക്കും. അവർക്ക് മുക്കി അങ്ങ് കൊടുത്ത് സൽക്കരിക്കും, എടുത്തങ്ങ് കൊടുക്കും. എടുത്ത് കൊടുക്കലൊന്ന് വേറെയാണ്, അല്ലാതെ കിട്ടലൊന്ന് വേറെയാണ്. ഈ ഹൗദുൽ കൗസറിൻ്റെ അധികാരം നൽകപ്പെട്ട് കഴിഞ്ഞ് ഇന്നാ അഅ്തൈനാക്കൽ കൗസർ. അപ്പം ചുരുക്കി പറഞ്ഞാൽ ഹൗദുൽ കൗസർ ഒരാൾക്ക് വേണോ? അവർ നബി തങ്ങളോട് ഇന്ന് ദുനിയാവിൽ നിന്ന് ചോദിച്ചു കൊള്ളണം. അതാണ് ബഹുമാനപ്പെട്ട മഖ്ദൂമി തങ്ങൾ നമ്മൾക്ക് ബെയ്ത്തായി ചൊല്ലിത്തന്നത്.
ഇന്നനാ നെർജു ഇലാ യാചിക്കാൻ വേണ്ടി ഹൗദുൽ കൗസറിനെ പറ്റി യാചിക്കാൻ വേണ്ടി ചോദിക്കുന്നു. അതുപോലെ തന്നെ മഗ്ഫിറത്ത്, ഇതൊക്കെ എന്താ ട്രാൻസ്ഫോമറിലേക്കാണ് അങ്ങ് ചെല്ലുന്നത്. റബ്ബിൽ നിന്നുള്ള ട്രാൻസ്ഫോമറാണ് ആദരവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അവിടേക്ക് ചോദിക്കുന്നു, ഇർതകബ്തു അലൽ ഖതാ ഖൈറ അസ്രിൻ ബഅദത് ലക അസ്കു ഫീഹി യാ സയ്യിദി. അങ്ങനെ തുടങ്ങിയിട്ട് ആദരവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പാപമോചനം തേടുന്നു. ഇത് മഖ്ദൂമി തങ്ങളാവുന്ന ബഹറാണ് പറഞ്ഞത്. അതിനെ വിമർശിച്ചിട്ട് ചില ആൾക്കാർ ഒക്കെ അള്ളാഹിൽ നിന്ന് മാത്രമാണ് ഒക്കെ അള്ളാഹിൽ നിന്നാണ്, പിന്നെ എവിടുന്നാണ്, ആരിലൂടെയാണ്? ആദരവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലൂടെ അവർക്ക് നൽകാനുള്ള അധികാരം നൽകിക്കഴിഞ്ഞതാണ്. ഇതിനെ വിമർശിച്ചിട്ടാരും തൽക്കാലം സംസാരിക്കാൻ പോകരുത്. ഇത്ര മാത്രമേ ഇത് സംബന്ധമായി പറയാൻ ആഗ്രഹിക്കുന്നുള്ളൂ. ആദരവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചോളൂ, ധൈര്യപ്പെട്ട് ചോദിച്ചു കൊള്ളണം. അപ്പോഴാണ് റബ്ബിൻ്റെ പൊരുത്തം നമുക്ക് കിട്ടുക. അത് അള്ളാഹു തആല നൽകിയ സ്ഥാനമാനങ്ങൾ, അള്ളാഹു തആല നൽകിയ അധികാരങ്ങൾ, ഇതിനെ നമ്മൾ വിമർശിക്കാൻ പോകേണ്ട. ആരിഫീങ്ങളായ ഔലിയാക്കൾക്ക് ചില അധികാരങ്ങൾ നൽകിയിട്ടുണ്ട്. കണക്കില്ലാതെ കൊടുക്കുമെന്ന് പറഞ്ഞൊക്കെ നമ്മൾ എവിടെ വെക്കും? അപ്പം അതുകൊണ്ട് തന്നെ ചില ആയത്തുകളും ഹദീസുകളും നമുക്ക് തിരിയാത്തത് ആരിഫീങ്ങളായ ഔലിയാക്കളാണ് അത് മനസ്സിലാക്കി തരല്. ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിനെ അത് മനസ്സിലാക്കി കൊടുത്തത് ബഹുമാനപ്പെട്ട CM വലിയുള്ളയാണ്. അതുപോലെ തന്നെ ശംസുൽ ഉലമക്ക് ചിലത് മനസ്സിലാക്കി കൊടുത്തത് ശംസുൽ ഉലമ ബഹുമാനപ്പെട്ട മടവൂർ മഹാനരാണ്. കാലഘട്ടത്തിൻ്റെ സമസ്തയിലുള്ള പല പണ്ഡിതന്മാർക്കും കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുത്തത് സൈഖുന മടവൂർ മഹാനരാണ്. അവർ സംശയം വരുമ്പോൾ അങ്ങോട്ടാണ് ഓടുന്നത്, അങ്ങോട്ടാണ് ഓടേണ്ടതും അങ്ങോട്ടാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഇതൊക്കെ മറന്ന് അവർക്ക് തിരിഞ്ഞില്ല, ഞങ്ങൾക്കേ തിരിഞ്ഞിട്ടുള്ളൂ എന്ന് പറയുന്ന ചില ആളുകൾ, അതൊക്കെ മോശമാണ്. അതിന് മുതിരാതിരിക്കുക.